5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടി. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയും 5 കിലോ സിലിണ്ടറിന് 261 രൂപയുമാണ് കൂട്ടിയത്. ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് വളരെ അപൂർവമാണ്. ഇതോടെ സംസ്ഥാനത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3000 രൂപ കടന്നു. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. ഇതിനിടെ രാജ്യാന്തര സർവീസുകൾ നടത്തുന്ന വിമാനങ്ങളുടെ ഇന്ധനവില 5% കൂട്ടിയത് യാത്രക്കാരുടെ ആശങ്കയേറ്റി. വില കൂട്ടിയതിനെ ന്യായീകരിച്ചായിരുന്നു കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? വാണിജ്യ സിലിണ്ടർ വെറുതെ ഒരു നമ്പർ അല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ സാഹചര്യത്തിൽ പെട്രോളിയം വില വർധനവുണ്ടാവും. വിലവർധനയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. വരുന്നത് പൊള്ളുന്ന വിലക്കയറ്റമെന്നും ഇത് തെരഞ്ഞെടുപ്പ് ബില്ലാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. അരവിന്ദ്, ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ വില വർധന ഉണ്ടാകും, അത് ഈ പറയുന്ന ഇന്ധന മേഖലയിൽ തന്നെ ആയിരിക്കും എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നേരത്തെ ഉയർത്തിയിരുന്നു പ്രതിപക്ഷം. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ഇന്ധനവില കൂടുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കല്ല, ഇപ്പോൾ ഗ്യാസിന്, ഗാർഹിക സിലിണ്ടറിനല്ല, മറ്റ് വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വില വർധനയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ്, ഏത് രീതിയിലുള്ള വിശദീകരണവും ന്യായീകരണവുമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്? ഒപ്പം പ്രതിപക്ഷം ഇതിനെ എങ്ങനെ കാണുന്നു അരവിന്ദ്? തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് തൊട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം സിലിണ്ടറിന് 993 രൂപ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വലിയൊരു വർധനമാണ്, ഏകദേശം 1000 രൂപയോളം വർധന വന്നു. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് 3-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഏകദേശം 1300ഓളം രൂപയാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം അടക്കം അതിശക്തമായ വിമർശനമാണ് ഉയർത്തുന്നത്. കാരണം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കും, അതിനുശേഷം വലിയ രീതിയിലുള്ള വിലക്കയറ്റം വരാൻ പോകുകയാണ്. ഇന്ധനവില, പ്രധാനമായും പെട്രോൾ ഡീസൽ വില അടക്കം വർദ്ധിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഈ വില വർധനയ്ക്ക് പിന്നാലെയും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ശക്തമായ വിമർശനമാണ് ഉയർത്തുന്നത്. തങ്ങൾ പറഞ്ഞത് തന്നെ ശരിയായിരിക്കുന്നു, ഇപ്പോൾ പൊള്ളുന്ന വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. LPG വിലവർദ്ധനവിന് അടുത്തത് പെട്രോൾ ഡീസൽ വിലവർദ്ധന വന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ ഒരു വാദമായി ഉയർത്തുന്നത് മറ്റ് രാജ്യങ്ങളിലടക്കം ഇതിനോടൊപ്പം തന്നെ പെട്രോൾ ഡീസൽ വില അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിലക്കയറ്റം മറ്റ് രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ ഇത്രയും നാളായി വലിയ രീതിയിലുള്ള പ്രതിരോധം നടത്തുന്നുണ്ട്. കൃത്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസവും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചിരുന്നു. പക്ഷേ ധനമന്ത്രാലയത്തിന്റെ ഒരു അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ അത് ഇനിയും വർദ്ധിച്ചേക്കാമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ പണപ്പെരുപ്പം എല്ലാ മേഖലയിലേക്കും വ്യാപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാതെ മറ്റ് മാർഗങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉണ്ടാകില്ല എന്നതാണ് ധനമന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം അത്തരം പ്രതിസന്ധി ഇല്ലെന്നും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ല എന്നതാണ് കേന്ദ്രം ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഹോട്ടൽ മേഖലയെ പൂർണ്ണമായും താറുമാറാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിൽ 70% മാത്രമാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ സിലിണ്ടറുകൾ ലഭ്യമാക്കാൻ തന്നെ ഹോട്ടലുകൾക്കുണ്ട്. അപ്പോൾ ഈ വിലവർദ്ധനവ് കൂടെ അവർ എങ്ങനെ മറികടക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ 5 കിലോഗ്രാമിന്റെ സിലിണ്ടറുകൾ, LPG സിലിണ്ടറുകൾക്ക് 261 രൂപ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളടക്കം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ 5 കിലോഗ്രാം സിലിണ്ടറിനെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവർ പോയപ്പോൾ അടക്കം പറഞ്ഞത് ഈ സിലിണ്ടറുകൾ തങ്ങൾക്ക് ലഭ്യമാകുന്നില്ല, തങ്ങൾ ഇവിടെ താമസിച്ച് നേടുന്ന പൈസ അവിടെ മാത്രം ചെലവഴിക്കാൻ മാത്രമേ ഉള്ളൂ എന്നതായിരുന്നു. അപ്പോൾ ഈ 5 കിലോഗ്രാം സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്നത് അതിഥി തൊഴിലാളികളടക്കം ഗുരുതരമായി ബാധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇതിനു പുറമെ രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനവിലയും കേന്ദ്രം 5% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ തൊഴിലാളി ദിനം അത് ജനങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അവർക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ഇന്നുണ്ടായിരിക്കുന്ന പല കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.